ചിലതില്ലം ചില്ലം ചൊല്ലിത്താ ചുവതക്കും കൊണ്ടും ചിന്തിക്കും.
എവിടെ നിന്റെ കാലാബായ്? പരാക്രമം കാട്ടേണ്ടത് ശിശുക്കളോടല്ല. വീര്യം ബാക്കിയുണ്ടെങ്കിൽ ഒളിപ്പോര് നിർത്തി വരാൻ പറയൂ. നേരിൽ ഞാൻ അക്ബർ ഇവിടെ കാത്തിരിക്കുന്നു. ആരാണ് ഈ പാചകം ചെയ്തത്? അക്ബർ. അക്ബർ, നീ ഛേദിച്ചത് എന്റെ വലം കൈയാണെങ്കിൽ ഇനി ഈ കാലായ്ക്ക് ഉറക്കമില്ല. ധർമ്മപുരിയിലെ ഓരോ ശിരസും അച്ചു വീഴുന്നത് ഞാൻ കാണും. ഒടുവിൽ നിന്റെ ശിരസും. ദുരന്തങ്ങൾക്ക് കാരണം ഈ കച്ചവടക്കാരൻ തന്നെ. ഇന്ന് മുഹമ്മദ്, നാളെ മറ്റൊരാൾ. അതിന് ധർമ്മപുരി രാജനും കൂട്ട്. ഓരോരുത്തരായി മരിച്ചു വീഴുന്നതിലും ഭേദം ധർമ്മപുരി വിട്ടു പോകുന്നതാണ്. പാഴ്വാക്കുകൾ വേണ്ട. യുദ്ധത്തിൽ ആൾനാശം സംഭവിക്കുന്നത് സ്വാഭാവികം മാത്രം. സമ്മതിക്കുന്നു. പക്ഷേ പരദേശിയെ വിശ്വസിച്ച് നാം അങ്ങനെ പോരാടും. ശത്രുവിന് കൂട്ടുനിൽക്കുന്ന സ്വദേശിയേക്കാൾ വിശ്വസനീയൻ പരദേശി തന്നെ. അല്ല, വ്യാപാരികൾ നാടോടികൾക്ക് തുല്യരാണ്. പൊൻവരാഹങ്ങൾ മാത്രമേ അവർ ലക്ഷ്യമാക്കാറുള്ളൂ. ഇന്നിവിടം, നാളെ മറ്റൊരിടം. നാം രക്ഷകനെന്ന് വിശ്വസിക്കുന്ന ഈ കച്ചവടക്കാരൻ രാജ്യം വിട്ടുപോയാൽ പിന്നെ നായകനില്ലാത്ത യുദ്ധം. അത് ആത്മഹത്യക്ക് തുല്യവും. വഴി ഒന്നേയുള്ളൂ. കാലാഭായിക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കുക. അക്ബർ രാജ്യം വിട്ടു പോവുക. പോകാം. അതിനു മുമ്പ് ഒരു ക്ഷമാപണം. ഞാൻ മൂലം ധർമ്മപുരിയിൽ രക്തക്കറ പുരണ്ടെങ്കിൽ മാപ്പ്. നിൽക്കൂ. അക്ബർ രാജ്യം വിട്ടു പോകേണ്ടതില്ല. എന്തെന്നാൽ അയാൾ കച്ചവടക്കാരനല്ല. പിന്നെ പിന്നെ ഇയാൾ ആരാണ്? മനസ്സും ശരീരവും മറന്ന് കാലങ്ങളോളം ധർമ്മപുരിയെ കാത്തുരക്ഷിച്ച ധീരസേനാനി സഫർ അലിയുടെ മകൻ. സത്യം? സത്യമാണോ അങ്ങ് പറയുന്നത്? നമ്മെ പുരോഹിതനും അവിശ്വസിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. അക്ബറിന്റെ മുഖത്ത് ധീരനായ സഫർ അലിയെ നിങ്ങൾ കാണുന്നില്ലേ? കാലാ നിർദാക്ഷിണ്യം വെട്ടിനുറുക്കിയ സഫർ അലിയുടെ രക്തക്കറ ആ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നില്ലേ? പിടഞ്ഞു മരിക്കുന്ന മാതാപിതാക്കളുടെ മുഖം 2 പതിറ്റാണ്ടുകാലം മനസ്സിൽ അണയാതെ നീറ്റിയെടുത്ത പ്രതികാരവാഞ്ച മതിയാകില്ലേ കാലാക്കെതിരായുള്ള യുദ്ധത്തിന് പടനായകനാകാൻ? ഇല്ല, ഈ സത്യം ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഒന്ന് ഞാൻ ഉറപ്പു തരുന്നു. സഫർ അലിയുടെ മകൻ കാലാക്കെതിരെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അത് ധർമ്മപുരിയിൽ രക്തത്തുള്ളികൾ വീഴ്ത്തിക്കൊണ്ടാവില്ല. സത്യം, സത്യം. അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം? പ്രതികാരം ധർമ്മത്തിന് നിരക്കുന്നില്ല. അതെ, അതുതന്നെയാണ് പറഞ്ഞു വരുന്നത്. പാവങ്ങളെ നിർദാക്ഷിണ്യം കൊല ചെയ്യുന്ന കാലാഭായിയുടെ ക്രൂരതയെ എങ്ങനെയാണ് അങ്ങ് പറഞ്ഞ സമാധാനം കൊണ്ട് നേരിടുക? പ്രതികരിക്കരുതെന്നാണോ അങ്ങ് പറയുന്നത്? പ്രതികരിക്കാം. എന്നാൽ ആ പ്രതികാരവാഞ്ച മൂലം ധർമ്മപുരിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാവാൻ പാടില്ല. ധർമ്മപുരിയുടെ മുഴുവൻ ശാന്തി കാലാഭായിയുടെ നിഗ്രഹത്തിലൂടെ, ധർമ്മയുദ്ധത്തിലൂടെ. അതാണ് എന്റെ ലക്ഷ്യം. പാടില്ല. ആത്മസംയമനം, അതൊന്നു മാത്രം. യുദ്ധം കൂടിയേ തീരൂ എന്നുറപ്പാകും വരെ, അതുവരെ. അക്ബർ, നീ ആയുധമെടുക്കരുത്. അങ്ങനെ തളർത്തുന്നു. ദയവ് തോന്നി അത് മാത്രം പറയാതിരുന്നാൽ. ക്ഷമിക്കുക. ഈ ദരിദ്ര രാജാവിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി ഒരിക്കൽ, ഒരിക്കൽ മാത്രം. സമ്മതം.
എന്റെ മനസ്സിൽ അഗ്നി ഇപ്പോഴും ബാക്കിയാണ്. ആന്തോളനമുണ്ടാകും മനസ്സിന്. നിന്റെ മനസ്സിൽ പിതാവിനോ എനിക്കോ കൂടുതൽ സ്ഥാനം വ്യക്തമാക്കിയാൽ നന്ന്. ഒഴിഞ്ഞു പോകാൻ രാജ്യം മുഴുവൻ തുനിഞ്ഞപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. ഇനിയും സംശയം ബാക്കിയോ? സംശയമല്ല, ആഗ്രഹം. നഷ്ടപ്പെടരുതേന്നുള്ള മോഹം. അതൊന്നു മാത്രമേ നനച്ചുള്ളൂ. ശാപവചനങ്ങൾ പൊഴിച്ചേക്കാം, തീർച്ച. എങ്കിലും അച്ഛൻ സമ്മതിക്കാതിരിക്കില്ല. ഇല്ല, ആ മോഹം മാത്രം ബാക്കി വേണ്ട. പുരോഹിതപുത്രയുടെ പാണിഗ്രഹണം മ്ലേച്ഛന്റെ കൂടെ ആവില്ല. അന്യജാതിയിൽ പിറന്നതുകൊണ്ട് മാത്രം ഒരാൾ മ്ലേച്ഛനാവണമെന്നില്ല. വേണ്ട, അധികം പുലമ്പണ്ട. പിതാവിനെയും ധിഖരിക്കാൻ പഠിപ്പിച്ചുവോ ആ നീചൻ? നീചസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ അച്ഛനാണ്. ഭൈരവി! പാണിഗ്രഹണമല്ല, സ്വയംവരം. അത് ഞാൻ ഉറച്ചു കഴിഞ്ഞു. എന്റെ മകളെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. രാജാവിന്റെയും ഗ്രാമണികളുടെയും സാന്നിധ്യത്തിൽ ധർമ്മപുരിയിലെ മഹോത്സവം പോലെ ഒരു വിവാഹം. ഇപ്പോൾ കുലമഹിമയും മതവും അങ്ങ് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ഇല്ല, ഇന്നും വിശ്വസിക്കുന്നില്ല. കുലവും മതവും നോക്കി മനുഷ്യനെ വേർതിരിക്കുന്നവനല്ല ധർമ്മപുരിയിലെ പുരോഹിതൻ. പിന്നെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം? രാജാവിനെ നിന്ദിക്കുന്നവൻ രാജ്യദ്രോഹിക്ക് തുല്യനാണ്. അതുകൊണ്ട് തന്നെ പുരോഹിതന്റെ മകൾക്ക് അനുയോജ്യനല്ല. വഴി പിഴച്ചവനെന്ന് മുദ്ര കുത്തിയതിൽ എനിക്ക് ദുഃഖമില്ല. ഓർമ്മ തുടങ്ങുമ്പോഴേ ഞാൻ അനാഥനാണ്. മാതാപിതാക്കളുടെ സ്ഥാനം പിന്നെ ഞാൻ നൽകിയത് ഉസ്താദിന്. അതുകൊണ്ടാവണം ദുഃഖം എനിക്ക് അന്യമായത്. ഒരു വഴി, അത് മാത്രമേ ഇനി ഞാൻ കാണുന്നുള്ളൂ. പറയൂ, ഞാൻ ഒരുക്കമാണ്. ഭൈരവയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. രാജാവ്. രാജാവോ? അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ ശത്രുവാണ്. ആവില്ല. ധീരനെ ആശ്ലേഷിച്ച പാരമ്പര്യമേ അദ്ദേഹത്തിനുള്ളൂ. ഒരിക്കലും ആവില്ല. പക്ഷേ ഭൈരവിയുടെ പിതാവിന് തുല്യനായി രാജാവിനോട് അപേക്ഷിക്കാൻ എനിക്കാരുണ്ട്? ഞാനുണ്ട്. ഒരപേക്ഷ, രാജാവിനോട് ചോദിക്കാനൊരപേക്ഷ എന്നും എനിക്കായി ഞാൻ ബാക്കി വെച്ചിരുന്നു ഈ യാത്രയിൽ. ഒരു പക്ഷെ വിധി അങ്ങനെയാണെങ്കിൽ അത് നിനക്കും ഭൈരവയ്ക്കും വേണ്ടിയാവട്ടെ. വേണ്ട, അങ്ങയുടെ മോഹം അത് ബലികഴിച്ചിട്ട് എനിക്കെന്റെ സ്വപ്നങ്ങൾ സഫലമാക്കണ്ട. എന്റെ മോഹം അതൊരു പതികന്റെ പാഴ്മോഹം മാത്രമാവാനേ വഴിയുള്ളൂ. തിരിച്ചു പോക്ക് മരീചികയിലേക്കാണ്. അങ്ങ് വിളിപ്പിച്ചത് എന്തിനെന്ന് ഇനിയും പറഞ്ഞില്ല. ദേവണ്ണ, ധർമ്മപുരിയിലെ ജനങ്ങൾ മുഴുവൻ സന്തുഷ്ടരായി കഴിയുന്നുവെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും. വ്യസനിക്കുന്ന മുഖങ്ങൾ ഞാൻ എവിടെയും കാണുന്നില്ല. എങ്കിൽ പിന്നെ രാജപുരോഹിതന്റെ ദുഃഖത്തിനെന്താവും കാരണം? അവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അറിഞ്ഞു. അക്ബർ പറഞ്ഞാണ് അറിഞ്ഞതെന്ന് മാത്രം. ക്ഷമിക്കണം, അങ്ങയോട് പറയാത്തതായി എന്നിലൊന്നും ബാക്കിയില്ല. പക്ഷെ ഇത് ഉറങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു. ഭൈരവി ചെയ്തത് അത്ര വലിയ നിന്ന എന്ന് തോന്നുന്നു. മറ്റെന്തും പൊറുക്കാം. അങ്ങയെ എതിർക്കുന്നവൻ എന്റെ മകൾക്ക് വരനായി. അത് പൊറുക്കാനാവില്ല. നമ്മെ എതിർക്കുന്നത് തെറ്റാവണമെന്നില്ല സലീം. ധർമ്മപുരിയിൽ പൗരുഷമുള്ളവൻ അവൻ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ. നമ്മുടെ തെറ്റുകളാണ് അവൻ ചൂണ്ടിക്കാട്ടിയത്. അത് രാജനിന്ദയാവണമെന്നില്ല. അങ്ങ് പറഞ്ഞു വരുന്നത്? സലീം, അവൻ നമ്മുടെ മകന് തുല്യൻ. ഒരു പിതാവിന് പൊറുക്കാവുന്നതേ അവൻ ചെയ്തിട്ടുള്ളൂ. ഈ വിവാഹം നടക്കണം, സർവാഘോഷങ്ങളോടും കൂടി.
ധർമ്മപുരിയിലെ നവദമ്പതികളെ വരൂ. ഈ കാലാബായിയുടെ ആതിഥ്യം സ്വീകരിച്ചാലും. ദയവുണ്ടാകണം, ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാനോ? ഞാനോ? നിങ്ങൾക്ക് സ്വർഗതുല്യമായ മണിയറ ഞാൻ ഒരുക്കിയിരിക്കുന്നു. പുരോഹിതപുത്രി ഇത്ര സുന്ദരിയോ? നിനക്ക് ഇനിയും വീര്യം ബാക്കിയോ? ഇല്ല, അങ്ങനെ ഞാൻ കൊല്ലില്ല. കാല ദയവുള്ളവനാണ്. ആദ്യം നീ പിടയുന്നത് ഇവൻ കാണണം. ധർമ്മത്തിന് പുകൾവെറ്റതാണ് ഈ രാജവംശം. ശാന്തിക്ക് കേളികെട്ടതാണ് ഈ രാജവംശം. രാജരാജന് വേണ്ടി എന്നും ദൈവങ്ങളെ വിളിച്ചുണർത്തിയ പുരോഹിതൻ ഒരിറ്റ സ്വാതന്ത്ര്യത്തിനായി ഇവിടെ കാത്തു നിൽക്കുന്നു. നിണം പറ്റിയ പുരോഹിതപുത്രിയെ അങ്ങ് കണ്ടാലും, സീമന്തരേഖയിൽ ഇപ്പോഴും പറ്റാത്ത രക്തസിന്ദൂരം അങ്ങ് കണ്ടാലും, ഇനി പറയൂ, സമാധാനിക്കാൻ വേണ്ടി ഒരു പാഴ്വാക്കെങ്കിലും. ദേവണ്ണ, വിധിയെ തടുക്കാൻ. വിധിയോ? ആരുടെ വിധി? കുലദൈവങ്ങളെ അല്ലലില്ലാതെ എന്നും പ്രീതിപ്പെടുത്തിയ പുരോഹിതന്റെ വിധിയോ? ഒരു ജീവിതം മുഴുവൻ സമാധാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ധർമ്മരാജന്റെ വിധിയോ? തുറക്കമുറ്റു മുമ്പ് ചിറകറ്റ് വീണ ഈ പൈതങ്ങളുടെ വിധിയോ? പറയൂ, വിധി ആരുടേത്? പോവുകയാണ്. ഇനി ഈ മണ്ണിൽ നിൽക്ക വയ്യ. നിണം വീണ് കറുത്തതാണ് ഈ മണ്ണ്, കണ്ണീര് വീണ് കുതിർന്നതാണ് ഈ മണ്ണ്. പോകുന്നു ധർമ്മപുരി രാജൻ, നീണാൾ വാഴട്ടെ. നിൽക്കൂ. പോകും മുമ്പ് ഒരവസരം തരൂ. ഒരവസരം മാത്രം. നിണം വീണ് ഈ മണ്ണിന് കറുക്കില്ല. ഒരു തുള്ളി കണ്ണീര് ഈ മണ്ണിൽ വീഴില്ല. അക്ബർ, നമ്മുടെ വാക്കുകൾ പിൻവലിക്കുന്നു. നിനക്കിനി ആയുധമെടുക്കാം. യുദ്ധം തുടങ്ങാം.
അറേബ്യയിലെ കച്ചവടക്കാരന് സ്വാഗതം. നോക്കൂ, സ്വീകരിക്കാൻ ധർമ്മപുരിയിലെ മഹാനായ രാജാവും എത്തിയിരിക്കുന്നു. ധീരനായ സഫർ അലിയുടെ മകൻ അക്ബർ അലിയെ എതിരേൽക്കാൻ ഇനി എന്ത് ബാക്കി വേണം? പറയൂ, ഇനി ഞാൻ എന്ത് നൽകണം? രാജാവേ, ധർമ്മപുരിയെ രക്ഷിക്കാനെത്തിയ പ്രവാചകനെ നിങ്ങൾ കാണുന്നില്ലേ? ഇനി ഞാൻ എന്ത് നൽകണം? ശിരസ്, നിന്റെ ശിരസ്. മരണശയ്യയിലും യാചകന് സ്വപ്നങ്ങൾ ബാക്കിയോ? കച്ചവടക്കാരാ, രത്നങ്ങളെക്കാൾ പവിഴങ്ങളെക്കാൾ വില പിടിച്ച ഒന്ന് ഞാൻ നിനക്ക് വിൽക്കാൻ പോകുന്നു. ധർമ്മപുരിയിലെ ഏറ്റവും വിലമതിക്കുന്ന രാജാവിന്റെ ശിരസ്. അറേബ്യയിലെ വണിക്കുകൾക്ക് വില പേശി രസിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? ധർമ്മപുരിയിലെ യാചക രാജാവേ, ഞാൻ ഈ ശിരസെടുക്കുന്നു. നിന്റെ വാൾ ഉയരും മുമ്പ് ഞാൻ ഈ ശിരസെടുക്കും. ആയുധം താഴെ വെക്കാൻ.